ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നിതാ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ താത്താൻ്റെയും കാക്കാൻ്റെയും കൂടെയാണ് പോയിട്ടുള്ളത്. ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ 10:30 10:45 അപ്പോൾ അവർക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ഇതവിടെ ഇങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ ഇവിടെ നിൽക്കുകയാണ്. ഓനെ കുറേ വിളിച്ച്. അപ്പോൾ ഓൻ ഇവിടെ മേമ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ഓൻ പോണേ ഇല്ല. ഓര് കുറേ വിളിച്ചിട്ടൊന്നും ഒരു പോകണ്ടിരുന്നു. അപ്പം പിന്നെ ഓൻ ഇവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതുപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ വയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്കും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബർഗറാണ്, ജിങ്കർ ബർഗറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബർഗറൊന്നും തിന്നില്ല കേട്ടോ. അപ്പോൾ ഓനക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തു. അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ രാത്രി ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇവിടെ നല്ല ഉറക്കാട്ടോ. ഞങ്ങൾ രാത്രി കുറുമ്പ് കാണിക്കുമെന്ന് പേടിച്ചിരുന്നു. കാരണം രാത്രി കുറച്ച് കുറുമ്പുള്ളതാണ്. അപ്പോൾ രാത്രി ഒന്നും കുറുമ്പൊന്നും കാട്ടില്ല, നല്ല ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ എണീറ്റ് അപ്പം അമ്മച്ചി കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. ഞാൻ ചായയൊക്കെ കൊടുത്ത് ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരിക്കുക കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. ഓൻ നല്ല ഉഷാറായിട്ട് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഉമ്മാനും വാപ്പാനൊന്നും ചോദിക്കണമൊന്നുമില്ല. ഓൻ നല്ല രസത്തിൽ കളിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഓനക്ക് പാട്ടിട്ട് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഓന് ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഓനക്ക് വേണ്ടി അത് വെച്ചത് തന്നെ ആ ലൈറ്റ്. അപ്പോൾ ഓനൊക്കെ കളിച്ചു. പിന്നെ ഓനക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനാണ്. അപ്പോൾ ഓനക്ക് കൊടുക്കാൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് എടുത്തു കൊണ്ടുവന്നിട്ട് ഞാനും കൂടെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ടി വിയും കണ്ടൊക്കെ ഇനി ഇരിക്കുകയാണ്. പിന്നെ അനിയത്തി അവനക്ക് ചോറൊക്കെ കൊടുക്കാം കേട്ടോ. നെയ്ച്ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടി വി അപ്പോഴും കാണും. ടി വി ഓഫാക്കിയിട്ടില്ല ഞങ്ങൾ. പിന്നെ എൻ്റെ അമ്മ ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട്. എനിക്ക് ഈ ലാൻഡ് ഫോണിൻ്റെ റിംഗ് ടോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയക്കോ എൻ്റെ അമ്മ വിളിച്ചത്. താത്ത വിളിച്ചു. അപ്പോൾ അതിൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനം കേട്ടോ. അവ്വൊക്കെ കൊടുക്കുന്നുണ്ട്. അവ്വ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയും ചിരിയൊക്കെ കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ കളി തന്നെയാണ്. ഓനക്കൊരു കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ ഉമ്മാനൊക്കെ ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഓനക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഭയങ്കര കളിയിലാട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഉമ്മക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വിചാരിച്ചപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ 2 ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടാറുള്ളത്. അപ്പോൾ ഡാസ്ലറിൻ്റെ ഒന്ന്, പിന്നെ മറ്റേതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക് ഇട്ട് വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി. വീഡിയോ എടുക്കണമെന്നുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് തോത്തി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പാണ് ഇടുന്നത്. ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുന്നുണ്ട്. ഓനക്ക് അമ്മ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെറ്റായിരിക്കുകയാണ് കേട്ടോ. ഓനക്ക് ക്യാമറ കണ്ടാൽ ഭയങ്കര മടി കേട്ടോ. ക്യാമറയ്ക്കൊന്നും നോക്കൂല, ഭയങ്കര നാണാണ്. എന്നോട് എന്തൊക്കെയോ പറയണം. ഞാൻ എവിടേക്കാണ് പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ മിഠായി വാങ്ങാനെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ കുറേ നേരം കളിച്ചു. ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വണ്ടിക്ക് പോയിന്നേ ഉള്ളൂ. ഞങ്ങൾ എത്തി. ഇവിടെ കടയിലെത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവിടെ ട്രോളിയൊക്കെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മോനക്ക് വേണ്ടി മിഠായികളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അമ്മച്ചിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. മേമ വാന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ച് വലിച്ച് എവിടേക്കൊക്കെ കൊണ്ടുപോകണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇരിക്കണുണ്ടപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പം അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു റോസ്മേരി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ എനിക്ക്. ഇവന് ഇഷ്ടമുള്ള മിഠായിട്ട് ഈ നെബാട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാനിതാ ട്രോളി കിട്ടപ്പോൾ അതിക്ക് ഇടണ്ട, ഓൻ പിടിച്ചോളാന്നാട്ടോ പറയണത്. എന്നിട്ട് അതും പിടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ.
ഇതാ ഈ വണ്ടി അവിടെ കണ്ടപ്പോൾ എന്തോ ലോറി എന്തോആണ്, അപ്പോൾ അതവിടെ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാട്ടോ. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതാ ഈ തോക്കാണോ വേണ്ടത് അത് ഇതാണോ വേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്ക് ഇത് മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ രണ്ടും കാണിച്ചു കൊടുത്തിട്ട് ഏതാ വേണമെന്ന് വെച്ചപ്പോൾ ലോറി മതി എന്നാണ് പറഞ്ഞത്. അത് വാങ്ങിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് ഓനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ടോ, പേരെന്താ, അങ്ങനെ എന്തൊക്കെയോ ചോദിക്കാം കേട്ടോ. ഓനും അവൻ്റെ വയറ്റൊന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇതാ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം നോക്കുകയാണ്. ഞങ്ങൾ ഈ മാംഗോ ബാറോ മാംഗോ ഐസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് അതും വാങ്ങി. ഇതാ അവിടെ ബില്ലടിക്കാം കേട്ടോ. ഇത്രയും വലിയ ബില്ലൊക്കെ കിട്ടി. ഇത് പിന്നെ ഇവിടെ ഉമ്മച്ചിക്ക് അറിയുന്ന ആരും ആണ്. പിന്നെ ഉമ്മച്ചി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നു. മഗ്‌രിബിൻ്റെ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഒരു 6 മണി 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്കൊക്കെ എത്തി. ഇതാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് വെച്ചാൽ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ളത്. ഉമ്മച്ചി വേറെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഞാൻ വെറുതെ വാങ്ങിയതാണ്. അപ്പോൾ അതാ നൂഡിൽസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് നൂഡിൽസ്. അപ്പോൾ അത് വാങ്ങിയപ്പോൾ അത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഐസ് വാങ്ങിയത് ഓർമ്മ വന്നത്. അപ്പോൾ അതും കഴിച്ചു കേട്ടോ. നല്ല ചൂടായിട്ട് നൂഡിൽസും കഴിച്ചു. അത് കഴിഞ്ഞേക്ക് നല്ല തണുപ്പിൽ ഐസും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവനെ കൊണ്ടുപോകാൻ താത്ത വന്നിട്ടുണ്ട്. ഓരെ കണ്ട സന്തോഷമാട്ടോ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. ഇവനിതാ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓളെ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ഓളവനെ തള്ളി മാറ്റുക കേട്ടോ. ഓനക്ക് ഓളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. രണ്ടാളും കൂടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കളിയാണ്. ഓളൊക്കെ ഭയങ്കര തുള്ളിച്ചാടലൊക്കെ ആയിരുന്നു കേട്ടോ ഓനെ കണ്ടപ്പോൾ. ഇതാണ് നമ്മളെ താത്താൻ്റെ ചെറുത്. മറ്റേത് മൂത്തത്, ഇത് ചെറുതാണ്. നമ്മളിതവളെ ഐസു എന്നാണ് വിളിക്കൽ കേട്ടോ. മറ്റേത് ഇവു, ഇത് ഐസു. ഓള് ഓൻ്റെ കളി കണ്ടിട്ട് ചിരിക്കുക കേട്ടോ. ഓൾക്ക് അതെന്നെ പണി. ഓൻ്റെ കളി കാണുക, ചിരിക്കുക, ഇതന്നെ ഓളെ പണി. അങ്ങനെ അവർ പോവാട്ടോ. ഒരു രാത്രിയാണ് വന്നത്. കുറച്ചേരം നിന്നിട്ടുള്ളൂ. അപ്പം തന്നെ അവർ പോവാണ്. ഇവനെയും കൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓളെ കൊടുക്കാം കേട്ടോ. ഇവത് ആദ്യമേ വണ്ടിയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. ടാറ്റൊക്കെ തന്ന് പോവാന്നൊക്കെ പറയാം കേട്ടോ. ഐസിയോട് മേമക്ക് ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓളോളെ അമ്മച്ചിക്ക് തന്നെ കേട്ടോ ഉമ്മ കൊടുക്കുന്നത്. അങ്ങനെ ഓയി പോവാണ്. ഒരു പോയാൽ പിന്നെ വീട്ടിൽ ഒരനക്കം ഉണ്ടാവില്ല കേട്ടോ. ഇവൻ കൂടെ പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഒച്ചപ്പാടെങ്കിലും ഉണ്ടാവും. ഒരു പോയപ്പോൾ ഒരു മരണ വീട് പോലെ ആയ അവസ്ഥയാണ്. കാരണം ഒരു ഒച്ചപ്പാടില്ല. എല്ലാവരും ഫോണായിട്ട് ഓരോ റൂമിൽ പോവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബായ്.